വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് മീഡിയ വണ്ണോട് സംസാരിക്കുന്നു. അതിലേക്ക് അല്ല, ഇപ്പോൾ BJP കൗൺസിലർ ഇന്നലെ ഓഫീസിൽ വന്ന് ഈ കാര്യത്തിൽ ഇനി പരാതിയൊന്നുമില്ല എന്ന് വ്യക്തമാക്കി പോവുകയുണ്ടായി. തുടർന്ന് മേയറും ആ നിലയിലൊരു പ്രസ്താവന നടത്തുകയുണ്ടായി. ഇപ്പോൾ ആ അജണ്ട കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. കേരളത്തിലെ 140 MLA-മാർക്കും MLA ഹോസ്റ്റൽ മുറിയുണ്ട്. അവരാരും ഇവിടെ ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നില്ലല്ലോ. അപ്പോൾ മുറി അനുവദിച്ചിരിക്കുന്നത് എന്തിനാ? നിയമസഭാ സമ്മേളനം നടക്കുന്ന വേളയിൽ അവർക്ക് ഫയലുകൾ കൈകാര്യം ചെയ്യാനും MLA-മാരെ കാണാൻ വരുന്നവർക്ക് സൗകര്യം ഉണ്ടാക്കുന്നതിനുമാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ നിയോജക മണ്ഡലത്തിലാണ് ഈ ഓഫീസ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ പോലും അത് ഒരു മൂലയിലാണ്. അപ്പോൾ കുറച്ചുകൂടി ആളുകൾക്ക് കടന്നു വരാൻ പറ്റുന്ന സൗകര്യപ്രദമായ താഴത്തെ നിലയിലുള്ള ഒരു സ്ഥലം ഞാൻ കണ്ടെത്തിയതാണ്. അത് ഞാൻ അതിക്രമിച്ച് ആ ഓഫീസിലേക്ക് കയറിയിരുന്നതല്ലല്ലോ. കോർപ്പറേഷൻ അനുവദിച്ച് അവർ വാടക നിശ്ചയിച്ച് തന്നതിൻ്റെ ഭാഗമായിട്ടാണ് MLA അവിടെ പ്രവർത്തിക്കുന്നത്. അതിൽ ശബരിനാഥൻ ഉൾപ്പെടെ അസ്വസ്ഥപ്പെടേണ്ട കാര്യമുണ്ടോ? എൻ്റെ പ്രദേശത്തെ പാവപ്പെട്ട ആളുകൾക്ക്, സാധാരണപ്പെട്ട മനുഷ്യർക്ക് അവിടെ വരാൻ എല്ലാ സൗകര്യമുണ്ട്. വാഹന ഗതാഗത സൗകര്യമുണ്ട്, പാർക്കിംഗ് സൗകര്യമുണ്ട്, ഏത് സമയത്തും MLA കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സൗകര്യം പരിഗണിച്ചിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതിൽ കോൺഗ്രസ് അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. എന്നെ അവിടെ നിന്ന് ഒഴിവാക്കാൻ കോൺഗ്രസിനാണ് ഇപ്പോൾ തെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ചർച്ചകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. ഞാൻ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. നിങ്ങളെല്ലാവരും കൂടെ എന്നെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കി ഞാൻ റോട്ടിൽ ഇരുന്ന് കാര്യങ്ങൾ നടത്തിക്കോളാം. അതേ എനിക്ക് പറയാനുള്ളൂ. അല്ല, തീർച്ചയായിട്ടും ഇപ്പോൾ ബുൾഡോസർ രാജ് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP നടപ്പാക്കുന്നു. കേരളത്തിൽ ഒറ്റയടിക്ക് അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വിവരം അറിയും. അപ്പോൾ അതിന് മറ്റു പല മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. ഇപ്പോൾ വാടക കുറവാണ് കാര്യമെങ്കിൽ അവർ വാടക വർദ്ധിപ്പിക്കട്ടെ. വാടക വർദ്ധിപ്പിച്ച് ന്യായമായിട്ടുള്ള വാടക കൊടുക്കാം. അപ്പോൾ അതിന് പകരം ചെയ്യുന്നത് എന്താ? MLA അവിടെ ഇറക്കിയേ പറ്റൂ എന്ന വാശി ഇപ്പോൾ BJP-യേക്കാൾ കോൺഗ്രസിനാണ്. അങ്ങനെയാണെങ്കിൽ ശാസ്തമംഗലത്തെ റോട്ടിൽ ഇരുന്ന് ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ MLA നിർബന്ധിതനാകും എന്നുള്ള കാര്യം ശബരിനാഥൻ മനസ്സിലാക്കിയാൽ മതി. അല്ല, ഞാൻ പറഞ്ഞൊരു പോയിന്റ് മാർച്ച് മാസം 31 വരെ